ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറം ത്വയ്യിബൻ മുബാറകൻ ഫി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. പ്രിയ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ്, കണ്ടസ്റ്റന്റ് ചെയർ, ജഡ്ജസ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അനസ് ബിൻ സയ്യിദ് മാസ്റ്ററുടെ പ്രിപ്പയർഡ് സ്പീച്ചിൻ്റെ ഇവാലുവേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളോട് കൂടെ ചേർന്നിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്തു സബയിലെ 10-ാമത്തെ വചനത്തെ തദബ്ബുർ ചെയ്തുകൊണ്ടാണ് മാസ്റ്റർ നമ്മോട് സംസാരിച്ചിരുന്നത്. അതിമനോഹരമായ രീതിയിൽ ആ വചനം പാരായണം ചെയ്തുകൊണ്ടാണ് മാസ്റ്റർ സ്പീച്ചിലേക്ക് പ്രവേശിച്ചത്. പിന്നീട് അതിൻ്റെ അർത്ഥം നമ്മളുമായി പങ്കുവച്ചു. അതിനുശേഷം അദ്ദേഹം അതിൻ്റെ ആശയതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുകയുണ്ടായി. ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെയും മുഅ്ജിസത്തുകളെ പറ്റിയാണ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് മാസ്റ്റർ നമ്മളുമായി പങ്കുവച്ചു. പക്ഷികളും പറവകളും ദാവൂദ് നബി അലൈഹിസ്സലാമിനോടൊപ്പം പ്രകീർത്തനം ചെയ്യാൻ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും, അതുപോലെ ഇരുമ്പിൻ്റെ കാഠിന്യം നമുക്കറിയാം. ആ അതിശക്തമായ ഇരുമ്പിനെ മയപ്പെടുത്താനുള്ള കഴിവ് കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാമിന് നൽകിയിട്ടുണ്ട് എന്നും മാസ്റ്റർ നമ്മളുമായി പങ്കുവച്ചു. ആദ്യത്തെ രാജപദവി നൽകിയ പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹിസ്സലാമെന്നും അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഗ്രന്ഥമാണ് സബൂർ എന്നും മാസ്റ്റർ നമ്മളുമായി പങ്കുവച്ചു. ആ സബൂർ എന്ന ഗ്രന്ഥം പർവ്വതങ്ങളുടെ മുകളിൽ പോയിരുന്ന അതിമനോഹരമായ രീതിയിൽ പാരായണം ചെയ്യാനുള്ള കഴിവ് അള്ളാഹു ദാവൂദ് നബി അലൈഹിസ്സലാമിന് നൽകിയിട്ടുണ്ട് എന്നും മാസ്റ്റർ നമ്മളുമായി പങ്കുവച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ മൂസൽ അൻശാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ, അതിമനോഹരമായ രീതിയിൽ ആ പാരായണം കേട്ടപ്പോൾ, താങ്കൾക്ക് ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ശബ്ദത്തിൻ്റെ പാരമ്പര്യമാണ് കിട്ടിയിട്ടുള്ളത് എന്ന പുകഴ്ത്തി പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയേറെ ശബ്ദത്തിൻ്റെ മാധുര്യം കൊണ്ട് നിറഞ്ഞതായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാജപദവി ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാറുണ്ടായിരുന്നു എന്നും മാസ്റ്റർ നമ്മളുമായി പങ്കുവെക്കുകയുണ്ടായി. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. എന്തുകൊണ്ടും വളരെ നല്ല രീതിയിലുള്ള ഒരു സ്പീച്ച് തന്നെയാണ് മാസ്റ്റർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ആ ആശയം അല്ലെങ്കിൽ ആ വിഷയം, ആ വചനത്തിൻ്റെ ആശയം ഒട്ടും ചോർന്നു പോവാത്ത രീതിയിലുള്ള ഒരു സ്പീച്ച് തന്നെയാണ് മാസ്റ്റർ കാഴ്ചവെച്ചിരുന്നത്. അൽഹംദുലില്ലാ. എന്നിരുന്നാലും ഒരു ഇവാലുവേറ്റർ എന്ന നിലയിൽ മാസ്റ്ററുടെ മുമ്പോട്ടുള്ള സ്പീച്ചുകൾ ഡെവലപ്പ് ആവുന്നതിന് വേണ്ടി ഒരു 2 റെക്കമെൻഡേഷൻ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം ഒരു മെസ്സേജ് രൂപത്തിൽ കൈമാറിയിരുന്നെങ്കിൽ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അത് വളരെ നല്ലതാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. മറ്റൊന്ന്, മാസ്റ്റർ സ്പീച്ച് അവതരിപ്പിക്കുമ്പോൾ ഒരേ വോയിസിൽ തന്നെ സംസാരിക്കുന്നതായി എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ വോയിസിൽ ചില വ്യത്യാസങ്ങൾ വരുത്തി സംസാരിക്കുമ്പോൾ ആ സ്പീച്ചിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കാൻ അത് വളരെ നല്ലതാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. മുമ്പോട്ടുള്ള സ്പീച്ചുകൾ വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.